ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റോട് കൂടിയ ഒരു സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ്. മധുര മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ മാങ്ങയാണ്, നാട്ടുമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ മാങ്ങയാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. 4 ചെറിയ മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലേശം വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2-3 വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാങ്ങ വെന്ത് വരണ സമയം കൊണ്ട് നമുക്ക് ഒരു ബെല്ലം ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം ഇവിടെ തിളച്ച് വെള്ളം വറ്റി വരുന്നുണ്ട്. ഈ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമ്മുടെ മാങ്ങ നന്നായി വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം നന്നായി ഇതേ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം വേണം. അപ്പോൾ ഇനി തീരെ നിങ്ങൾക്ക് മധുരത്തിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ശർക്കരയുടെ അളവ് കുറച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരണം. ശർക്കര വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ തേങ്ങ അരയാനുള്ള വെള്ളം മാത്രം നമുക്കിതിൽ ഒഴിച്ച് കൊടുത്ത് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരഞ്ഞ് കിട്ടണം. ഇപ്പോൾ നമ്മുടെ മാങ്ങയിലെ ശർക്കര ഒഴിച്ചതെല്ലാം കുറുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി നമുക്കിത് ഇളക്കി മിക്സാക്കി എടുക്കാം. തേങ്ങയെല്ലാം മിക്സാക്കി ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തേങ്ങയിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുത്, പിന്നെ ഇത് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും. ഇനി ഞാനിവിടെ 1/2 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഗ്ലാസ്സിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഉടച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം തിളച്ച് കുറുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് അധികം തിളപ്പിക്കാൻ പാടില്ല, തൈര് ചേർത്താണ് കാരണം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തൈര് ചേർത്തപ്പോൾ ഇത്തിരി ലൂസായിട്ട് തോന്നിയാലും ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് തിക്കായിട്ട് വരും. ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് തിക്കാവും. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നെയ്യ് ചൂടാവുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 വറ്റൽമുളക് എടുത്തിട്ട് അതൊന്ന് 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുളകൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് കടുക് താളിച്ചത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ചട്ടിയിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്കിതൊന്ന് ആക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ നെയ്യ് ചേർത്താണ് കാരണം നല്ലൊരു മണമാണ് നമുക്കിതിൽ കിട്ടണത്. അപ്പോൾ എല്ലാവരും ഇതിൽ നെയ്യ് തന്നെ ചേർക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.